കൊച്ചിയിൽ തലമുടി വച്ചുപിടിപ്പിച്ചയാൾ ഗുരുതരാവസ്ഥയിലായ സംഭവത്തിൽ പനമ്പള്ളി നഗറിലെ ഇൻസൈറ്റ് ഡെർമ ക്ലിനിക്കിൽ നിന്ന് ചികിത്സാ രേഖകൾ പോലീസ് പിടിച്ചെടുത്തു. ഇവിടുത്തെ കമ്പ്യൂട്ടറുകളും മൊബൈൽ ഫോണും ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കും. ഇതിനിടെ 3 വർഷം മുൻപ് സ്ഥാപനം വിട്ട തന്റെ പേര് ദുരുപയോഗം ചെയ്യുകയാണ് എന്ന് ഇൻസൈറ്റ് ഡെർമ ക്ലിനിക്കിന്റെ സ്ഥാപകയായിരുന്ന ഡോക്ടർ പ്രണയ ബാഡ്ഗെ ആരോപിച്ചു. ഡോക്ടർ ശരത് കുമാർ തലമുടി വച്ചുപിടിപ്പിക്കാൻ വിദഗ്ധനാണോ എന്ന് അറിയില്ലെന്നും ഡോക്ടർ പ്രണയ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. ഉടമകൾ മുങ്ങിയതോടെ പൂട്ടുപൊളിച്ചാണ് പോലീസ് ഇൻസൈറ്റ് ഡെർമ ക്ലിനിക്കിൽ കയറിയത്. കോടതിയുടെ വാറണ്ടുമായി എത്തിയായിരുന്നു പരിശോധന. ക്ലിനിക്കിൽ 2 ഓപ്പറേഷൻ തിയേറ്ററുകൾ, ഒരു പ്രൊസീജിയർ റൂം തുടങ്ങിയ സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു. ഓഫീസ് റൂമിൽ നിന്ന് ഒരു ഐഫോണും 2 കമ്പ്യൂട്ടറുകളും കിട്ടി. സൈബർ വിദഗ്ധരുടെ സഹായത്തോടെ ഇവ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ക്ലിനിക്കിലെ ചികിത്സാരേഖകളടക്കം പിടിച്ചെടുത്തു. സനലിന്റെ തലയോട്ടി പഴുത്തുള്ള ദുരിത ജീവിതം മാതൃഭൂമി ന്യൂസ് പുറത്തു കൊണ്ടുവന്നതോടെയാണ് ഇൻസൈറ്റ് ഡെർമ ക്ലിനിക്കും പൂട്ടി ഉടമയും ജീവനക്കാരും സ്ഥലം വിട്ടത്. മുടി വച്ചുപിടിപ്പിച്ച് നൽകിയ ഡോക്ടർ ശരത് കുമാറിനെ പോലീസ് ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും ഇതുവരെ കിട്ടിയിട്ടില്ല. ഇതിനിടെയാണ് ഇൻസൈറ്റിന്റെ പ്രവർത്തനങ്ങളെ കൂടുതൽ സംശയത്തിലാക്കി സ്ഥാപക ഡോക്ടർ രംഗത്ത് വന്നത്. ക്ലിനിക്കിന്റെ പ്രധാന ബോർഡിൽ തന്നെയുള്ളത് ഡോക്ടർ പ്രണയ ബാഗ്ദയുടെ പേരാണ്. എന്നാൽ 2022 സ്ഥാപനം വിടുകയും ശരത്തുമായുള്ള പാർട്ട്ണർഷിപ്പ് പിരിയുകയും ചെയ്തുവെന്ന് ഡോക്ടർ പ്രണയ പറയുന്നു. ബോർഡിൽ നിന്ന് തന്റെ പേര് മാറ്റാൻ പലതവണ ആവശ്യപ്പെട്ടിട്ടും ചെയ്തില്ലെന്നും ഇവർ ആരോപിച്ചു. ക്ലിനിക്കിന്റെ വെബ്സൈറ്റിലടക്കം ഡോക്ടർ പ്രണയയുടെ ചിത്രവും വ്യക്തിവിവരങ്ങളുമാണുള്ളത്. ഇതിനെതിരെ നിയമ നടപടിയെടുക്കുമെന്ന് ഡോക്ടർ അറിയിച്ചു. ഇതിനെല്ലാം അപ്പുറത്ത് ഡോക്ടർ ശരത്ത് തലമുടി മാറ്റിവെച്ച് ഇതുവരെ കണ്ടിട്ടില്ല എന്ന ഡോക്ടർ പ്രണയയുടെ വാക്കുകളാണ് ഞെട്ടിപ്പിക്കുന്നത്. But as an investor, he was involved with me. I was doing the surgery at that time, and after that, how things are done, I don't know. Whether he is doing, somebody else is doing, I am not aware of it. Okay. ഈ ഡോക്ടർ പ്രണയ് ഇവിടെ ഉണ്ടായിരുന്നപ്പോ ഡോക്ടർ പ്രണയ തന്നെയാണ് ഈ സർജറി ഒക്കെ ചെയ്തിരുന്നത്. അതെ അതെ. ഓക്കെ, അന്ന് ഈ ശരത്ത് സർജറീസ് ഒന്നും ചെയ്യാറില്ലായിരുന്നു. ഇല്ല. അണുബാധയെ തുടർന്ന് മരണം മുന്നിൽ കണ്ട സനിൽ ഇന്നലെ 14ാമത്തെ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായിരുന്നു. ഇനി എത്ര നാൾ ചികിത്സ വേണമെന്നത് ഒരു നിശ്ചയവുമില്ലാത്ത അവസ്ഥ. ബിനിൽ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.